എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വീടുകളിലും നമ്മൾ കറിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ കറിയുടെ സ്വാദ് വർദ്ധിപ്പിക്കുന്നതിനും നല്ല രുചിയും മണമൊക്കെ ഉണ്ടാകാനും വേണ്ടിയിട്ട് ഇതിലേക്ക് പെരിഞ്ജീരകം ചേർക്കാറുണ്ട്. ഇന്ന് നമ്മളൊരു പ്രത്യേക രീതിയിൽ പെരിഞ്ജീരക പൊടിയാക്കിയിട്ടാണ് കറികളിൽ ചേർക്കാൻ പോകുന്നത്. ഈ ഒരു പൊടി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 100 ഗ്രാം പെരിഞ്ജീരകം ചൂടായ പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. എടുക്കുന്ന സമയത്ത് ഇതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണം. കുരുമുളകും ചേർത്ത് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 5-6 ഏലക്ക കൂടെ ചേർക്കാം. ഏലക്ക ചേർത്ത് ഒന്നുകൂടെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 10ഓളം കാഷ്യൂസ് കൂടി ചേർക്കാം. കൂടെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർക്കണം. കറിവേപ്പിലയും ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു മണമൊക്കെ കിട്ടുന്നതിനും രുചി കൂട്ടുന്നതിനും വേണ്ടിയിട്ട് ഒരു തണ്ട് ബിരിയാണി കൈതോല കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നല്ല പോലെ മുരിഞ്ഞു വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടാറി വന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചുകൂടി എടുക്കണം. ഇനി നല്ലോണം പൊടിച്ചെടുത്ത പൊടി ഒരു ബൗളിലേക്ക് കൂടെ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പൊടിയുടെ ചൂടാറി വരുമ്പോൾ നമുക്കൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് കൂടെ മാറ്റി സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.